നമ്മൾ ശിവോതി വയ്ക്കാനായിട്ട് ദശപുഷ്പങ്ങളാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇപ്പോൾ അധികം പൂക്കളൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് തെച്ചിപ്പൂവും കുറച്ച് മുക്കുറ്റിയും പിന്നെ കുറച്ച് തുളസിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൂ പറിക്കാം. മോള് പിടിക്കുക, പൂ പറിക്കുക. കർക്കിടക മാസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ശ്രീബോധി വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ വിളക്ക് വയ്ക്കുന്നത്. കാരണം ഇത് വളരെ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ട് തൊട്ടേ നടത്തി വരുന്ന ഒരു രീതിയുമാണിത്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി നല്ല ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും കർക്കിടക മാസം 1-ാം തീയതി നമ്മൾ ഈ ശ്രീബോധി വയ്ക്കുന്നത്. അതായത് 2 പലകയിൽ ചെറിയ രീതിയിലൊരു പലകയൊക്കെ നമ്മൾ തിരുന്ന് അലങ്കരിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ 2 തളികയൊക്കെ വെച്ച് തളികി നന്നായിട്ടൊന്ന് അലങ്കരിച്ച് ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടാണ് നമ്മളതിൽ പൂക്കളിടുകയാണ്. ദശപുഷ്പങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് അധികം നമുക്ക് പൂക്കളൊന്നും അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ദശപുഷ്പങ്ങൾ തന്നെ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശ്രീബോധി വെക്കുന്നത് നമ്മുടെ വീട്ടിലല്ല, നമ്മൾ തറവാട്ടിലാണ് നമ്മളിത് വെക്കുന്നത്. പണ്ട് തൊട്ടേ നടത്തി വരുന്ന ഒരു രീതിയാണ്. തറവാട്ടിലാണ് നമ്മളിങ്ങനെ ശ്രീബോധിയും കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നവരെ ശ്രീബോധി എല്ലാം വെക്കുന്നത് നമ്മൾ തറവാട്ടിലാണ് വെക്കുന്നത്. പണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ അമ്മയും വല്യമ്മയൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പലകയൊക്കെ ഒന്ന് അലങ്കരിച്ച് റെഡിയാക്കിയത്. അങ്ങനെ നമ്മൾ ശ്രീബോധി ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ രാവിലെ എണീറ്റു ഇത് ശ്രീബോധിയൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നേരെ നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ളൊരു ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം.
നമ്മളിത് അമ്പലത്തിലോട്ടൊക്കെ വന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. നമ്മുടെ അമ്പലത്തിന് പുറകെ കാണാൻ നല്ല രസമാണ്. പാടങ്ങളും അതുപോലെ തന്നെ അമ്പലക്കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വേഗം ശ്രീബോധിയൊക്കെ വയ്ക്കാനുള്ള ഒരു തിരക്കിൽ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിലവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. അപ്പോൾ അതേ ചൂട് പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.